ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ ചാനൽ. ഈ ചാനലിൽ എംബ്രോയ്ഡറി റിലേറ്റഡ് ആയിട്ടുള്ള കണ്ടൻസ് ആണ് നമ്മൾ അപ്ലോഡ് ചെയ്യുന്നത്. ഇതുപോലുള്ള കണ്ടൻസ് നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ ഈ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. ഇപ്പോൾ നമ്മുടെ വീഡിയോയിലോട്ട് പോകാം. ഇന്നത്തെ വൺ മെയ്ഡ് വൺ സ്റ്റിച്ച് സീരീസിൽ നമ്മൾ നോക്കാൻ പോകുന്നത് സ്റ്റെം സ്റ്റിച്ചാണ്. ഇത് ചെയ്യാൻ വേണ്ടിയിട്ട് ആദ്യം ഇതുപോലെ ക്ലോത്തിൽ ഒരു ലൈൻ വരച്ചിട്ട് കുറച്ച് നമ്പേഴ്സ് ഇതുപോലെ ഈക്വൽ ഡിസ്റ്റൻസിൽ ഇട്ട് വെക്കുക. ആദ്യം നീഡിൽ ഇതുപോലെ ഒന്നാമത്തെ പോയിന്റിൽ നിന്ന് മുകളിലേക്ക് കുത്തിയെടുക്കുക. അതിന് ശേഷം നമ്മളത് ഇത് രണ്ടിലല്ല മൂന്നിലൂടെ വേണം താഴേക്കെടുക്കാൻ. അത് താഴേക്കെടുക്കുന്ന സമയത്ത് ശ്രദ്ധിക്കേണ്ട, നമ്മളധികം ടൈറ്റ് ആക്കണ്ട. ഇപ്പോൾ ജസ്റ്റ് നമുക്ക് പഠിക്കാൻ വേണ്ടിയിട്ടല്ലേ. അപ്പോൾ നമ്മളിങ്ങനെ ആദ്യം ചെയ്യുന്ന സമയത്ത് ഇങ്ങനെ ടൈറ്റ് ആക്കണ്ട, ഇത് കുറച്ച് ലൂസാക്കിയിട്ട് ഇങ്ങനെ വെക്കുക. അപ്പോൾ നമുക്ക് പഠിച്ചെടുക്കാൻ വളരെ എളുപ്പമായിരിക്കും. അപ്പോൾ അടുത്തത് നമുക്ക് എവിടെ ആയിട്ടാണ് കുത്തണ്ടേ എന്നുള്ളത് മനസ്സിലാകും. കണ്ടോ, ഇതുപോലെ കുറച്ച് ലൂസാക്കിയിട്ട് പിടിക്കുക. അതിന് ശേഷം നീഡിൽ രണ്ടിലൂടെ വേണം മുകളിലേക്ക് എടുക്കാൻ. അതിനുശേഷം ആ മുകളിലേക്ക് എടുത്തത് നാലിലൂടെ താഴേക്ക് എടുക്കുക. കണ്ടോ, അതിനുശേഷം നാലിലൂടെ എടുത്തത് മൂന്നിലൂടെ മുകളിലേക്ക് എടുക്കുക. ഇതുപോലെ ഇങ്ങനെ റിപ്പീറ്റ് ചെയ്ത് ബാക്കിയുള്ള ലൈനും കൂടി നമ്മൾ കംപ്ലീറ്റ് ചെയ്തെടുത്ത് കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ സ്റ്റെം സ്റ്റിച്ച് കിട്ടും. ഇത് മെയിൻലി കർവ്ഡ് ലൈൻസും ഫ്ലവർ സ്റ്റെംസ്, ഔട്ട്ലൈന് ഇതൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ടാണ് യൂസ് ചെയ്യുന്നത്. കണ്ടോ, 1 മിനിറ്റ് കൊണ്ട് നമ്മൾ ഇത്ര ഈസി ആയിട്ട് ഒരു സ്റ്റിച്ച് പഠിച്ചു കഴിഞ്ഞാൽ അല്ലേ. ഇതുപോലുള്ള എംബ്രോയ്ഡറി റിലേറ്റഡ് ആയിട്ടുള്ള കണ്ടൻസ് നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ ഈ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. അതുപോലെ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ പ്ലീസ് ലൈക്ക്. അപ്പോൾ ഓക്കെ ഫ്രണ്ട്സ്, നമുക്ക് നമ്മുടെ അടുത്ത വൺ മെയ്ഡ് വൺ സ്റ്റിച്ച് സീരീസിൽ കാണാം. ബൈ ബൈ.